അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. അതിനു മുമ്പ് ഞാൻ വ്യക്തമാക്കേണ്ട ഒരു കാര്യം പൂർത്തിയാക്കിയില്ല. ഈ നിളാതീര സംസ്കൃതി എഴുത്തച്ഛൻ വരെയും എഴുത്തച്ഛന് ശേഷവും അത് വിശദമാക്കിയില്ല. എഴുത്തച്ഛന് ശേഷം നിളാതീര സാഹിത്യത്തെ ലോകോത്തരമാക്കിയ MT വാസുദേവൻ നായർ തന്നെ ഇതിൻ്റെ ചെയർമാനാകുന്നതിലെ ഒരു കാവ്യനീതി പറഞ്ഞു. അത് നിളയുടെ സംസ്കൃതി മുഴുവൻ നോക്കുമ്പോൾ മനസ്സിലാവും. ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാർ മുഴുവൻ ഈ 2 തീരങ്ങളിലാണ്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നിളയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ പ്രദേശങ്ങളിലൂടെയാണ് ലോകത്തെ മിക്കവാറും സംസ്കാരങ്ങളൊക്കെ സഞ്ചരിച്ചത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരം ഉള്ളത് പാലക്കാടാണ്, പിന്നെ ചെങ്കോട്ട ചുരമാണ്. പശ്ചിമഘട്ട ദുർഗം കടക്കാൻ പണ്ട് കാലം മുതൽക്ക് ആകെയുള്ള സ്ഥലം പാലക്കാട് ചുരമാണ്. 50 നാഴികയോളം വീതിയിൽ ആ ചുരം കിടക്കുന്നുണ്ട്. ഇപ്പം പാലക്കാട് ചുരം കരമുഖം, ലാൻഡ് പോർട്ടും, പൊന്നാനി തുറമുഖം, പൊന്നാനി തിണ്ടിസ് ആയിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും പഴയ തുറമുഖമാണ്. ഒരു തുറമുഖവും കരമുഖവുമായി ലോക സംസ്കൃതികൾക്ക് വന്നു പോകാൻ കഴിഞ്ഞ വിനിമയങ്ങളുടെ സാധ്യതയാണ് നിളാതീര സംസ്കൃതി തുറന്നിട്ടത്. നമ്മൾ നൈൽ നദീതട സംസ്കാരം, യൂഫ്രട്ടീസ് നദീതട സംസ്കാരം, ടൈഗ്രീസ് നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നിളാനദീതട സംസ്കാരമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ദർശനം നിങ്ങൾ ആളുകളുടെ ലിസ്റ്റ് എടുത്താൽ അത്ഭുതപ്പെടും. എഴുത്തച്ഛൻ ഭാഷാപിതാവ് ഇവിടെയാണ്, കുഞ്ചൻ നമ്പ്യാർ ലക്കിടിയിലാണ്, കുഞ്ചൻ നിളയുടെ തീരത്താണ്, പൂന്താനം ഇവിടെ തൂതപ്പുഴയുടെ തീരത്താണ്, മോയിൻകുട്ടി വൈദ്യർ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ കുറച്ച് അപ്പുറത്താണ്. കുറച്ച് പിന്നിൽ തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ ആധുനിക കാലത്ത് ഇടശ്ശേരി, ഉറൂബ്, വള്ളത്തോൾ അതിന് തൊട്ടപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് കേശവൻ നായർ, വള്ളത്തോൾ ഗോപാലമേനോൻ, കിട്ടുണ്ണി നായർ, കവികുലഗുരു PV കൃഷ്ണവാര്യർ, VC ബാലകൃഷ്ണപ്പണിക്കർ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരെക്കുറിച്ച് പറഞ്ഞു, അപ്പുറത്ത് MT വാസുദേവൻ നായർ, OV വിജയൻ പാലക്കാട്ട് നിളാനദീ തീരത്താണ്, KP കേശവമേനോൻ, EMS, കെ ദാമോദരൻ തുടങ്ങി ചിന്തകരും എഴുത്തുകാരും കലാകാരന്മാരും കഥകളി, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം, ഭരതനാട്യവും ഈ വഴിയാണ് വരുന്നത്. അപ്പം അങ്ങനെ സംസ്കൃതിയുടെ ഒരു കേദാരഭൂമിയായിട്ട് നിളാനദി കൂടി നിലനിന്നതാണ് എഴുത്തച്ഛനെ ഒരു സമഗ്ര കവിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിമ്മിലയുടെ പെരുക്കങ്ങൾ കളകാഞ്ചിയിൽ നിങ്ങൾക്ക് കേൾക്കാം എന്നുകൂടി സമർത്ഥിക്കാൻ ശ്രമിച്ചത്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് തുടരാം, അല്ലെങ്കിൽ ഞാൻ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ സംസാരിക്കലാവും. എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ടെങ്കിൽ ചോദിക്കാം. വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ല, എന്നാൽ വിഷയമായിട്ട് ബന്ധമുള്ളതാണ്. രാമായണത്തിൽ വിസ്മരിക്കപ്പെട്ടു പോകുന്നൊരു കഥാപാത്രമുണ്ടല്ലോ, ഊർമിള. ഈ ഊർമിളയെ പറ്റിയിട്ട് അധികം ഒരു സെമിനാറിലും അങ്ങനെ ആ ഒരു വിഷയം വരാറില്ല, കഥാപാത്രം. എന്താ അതിൻ്റെ കാര്യം? ഊർമിള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സീതയെക്കാളും പിന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി രാമായണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഊർമിള എന്നാണ്. ഊർമിളയെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട പുസ്തകം ഉണ്ടായത് നമ്മുടെ നാട്ടിൽ നിന്നാണ്. CG വാര്യർ, പൊന്നാനി തൃക്കാവിലുണ്ടായിരുന്ന CG വാര്യരുടെ ഊർമിള എന്നൊരു പുസ്തകമുണ്ട്. അദ്ദേഹം വാത്മീകി രാമായണം തൊട്ട് ഊർമിളയുടെ പാത്രാഖ്യാനത്തെക്കുറിച്ച് ഒരു പണ്ഡിതനായിരുന്ന ആളാണ്, സംസ്കൃത പണ്ഡിതനായിരുന്നു. ആ പുസ്തകം കുറച്ചു കാലം പാഠപുസ്തകമായിരുന്നു ഏതോ കോളേജ് ക്ലാസ്സിൽ. ഇപ്പോഴാ പുസ്തകം അച്ചടിയിലില്ല. CG വാര്യരെ എനിക്കറിയാമായിരുന്ന ആളാണ്, മരിച്ചുപോയി. പിന്നെ ഊർമിള വന്നത് ശ്രീകണ്ഠൻ നായരുടെ 3 നാടകങ്ങളിലാണ്: ലങ്കാലക്ഷ്മി, സാകേതം, കാഞ്ചനസീത. ആ കാഞ്ചനസീതയെ മുൻനിർത്തിക്കൊണ്ടാണ് അരവിന്ദൻ എടുത്തൊരു സിനിമയുണ്ട് കാഞ്ചനസീത. അതിൽ ഊർമിള ഒരു പ്രധാന കഥാപാത്രമാണ്. സ്ത്രീപക്ഷത്തു നിന്നുള്ളൊരു വായന വന്നപ്പോഴാണ് ഊർമിളയിലേക്ക് ഊന്നൽ വന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച് പോയതുപോലെയാണല്ലോ. ജ്യേഷ്ഠൻ്റെ ഭാര്യ കൂടെ പോയത് മനസ്സിലാക്കാം. പക്ഷേ ജ്യേഷ്ഠനോടുള്ള അമിത ഭക്തി കൊണ്ട് സ്വപത്നിയെ വിവാഹം കഴിച്ച അധികമായിട്ടില്ല, കൊട്ടാരത്തിൽ ഉപേക്ഷിച്ച് പോയതുപോലെയാണ്. അപ്പോൾ ആ ഊർമിളയുടെ വികാരങ്ങൾ അന്ന് ആചാര്യൻ അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. വാത്മീകി രാമായണത്തിലും സൂചനകളേ ഉള്ളൂ. ഊർമിള ഒരു കഥാപാത്രമായിട്ട് ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ സ്ത്രീയുടെ നാവ് ഉയരാൻ തുടങ്ങിയപ്പോഴാണ് ഊർമിളയ്ക്ക് വേണ്ടിയുള്ള ശബ്ദങ്ങൾ വീണ്ടും ഉണ്ടായി വന്നത്. മാഷ് പറഞ്ഞതുപോലെ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ശ്രീകണ്ഠൻ നായരാണ് അതിൽ ചോദിക്കുന്നുണ്ട്, രാമൻ ജഗൽസത്തമനാണ് പോലും എന്ന് പറയുന്നിടത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഭാര്യയെ കൊണ്ടുപോയി അനുജൻ്റെ ഭാര്യ എവിടെ എന്ന് മാത്രമല്ല അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ശ്രീകണ്ഠൻ നായർ. ഈ
ശൂർപ്പണഖ വന്നിട്ട് രാമനോടാണ് പ്രണയാഭ്യർത്ഥന നടത്തിയത്. അപ്പോൾ എനിക്ക് ഭാര്യയുണ്ട്, നിങ്ങൾ അനുജനോട് ചോദിച്ചോളൂ. അപ്പോൾ അനുജനെ അറിയുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അല്ലെ, അനുജൻ ഭാര്യ ഉണ്ടായിട്ടും ജ്യേഷ്ഠന് വേണ്ടി വന്നതാണ്. അപ്പോൾ അത് ശരിയല്ല എന്നും അതിനകത്ത് വേറൊരു ഉദ്ദേശം രാമൻ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഈ ശ്രീകണ്ഠൻ നായർ വേറെ എന്തെങ്കിലും ഊർമിളയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീകണ്ഠൻ നായരാണ് പിന്നീട് ഈ കഥാപാത്രത്തെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്. അധികം വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ആദ്യം പുതിയ നോവലിലൊക്കെ വരാവുന്നതാണ്. പുതിയ ആൾക്കാർക്ക്, സ്ത്രീ എഴുത്തുകാർക്ക് വേണമെങ്കിൽ ഊർമിളയുടെ ഉള്ളിൽ നിന്ന് ദുശ്ശള അതുപോലെയാണ്. മഹാഭാരതത്തിൽ 105 സഹോദരന്മാർക്കുള്ള ഒരേ ഒരു സഹോദരിയാണ്. പക്ഷേ അവളെക്കുറിച്ച് കൃതികളൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ഈ ഇതിഹാസ കൃതികൾ ആ കൃതിയിൽ അവസാനിക്കാൻ പാടില്ല. പുതിയ കാലത്തിൻ്റെ, ഇപ്പോൾ 2-ാം ഊഴം നല്ല ഉദാഹരണമല്ലേ. ഭീമനിലിരുന്നു കൊണ്ട് ഒരു മഹാഭാരത കഥ സാധ്യമാണെന്നാണ് MT പറഞ്ഞത്. ഭീമൻ അതിലൊരു മന്ദനായ കഥാപാത്രമാണല്ലോ. മഹാഭാരതത്തിൽ ഭീമൻ്റെ പ്രസക്തി അത്ര പ്രധാനമല്ല. വളരെ കായബലം ഉണ്ടായിട്ടും ജ്ഞാനമില്ലാത്തൊരു മന്ദൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ആ മന്ദനിൽ ഇരുന്നു കൊണ്ട് MT പുതിയൊരു മഹാഭാരത കഥ പറയുന്നുണ്ട്. അതുപോലെ ശരിക്കും ഈ കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പുതിയ പാഠങ്ങളും പുതിയ വായനകളും പുതിയ സർഗാത്മക സൃഷ്ടികളും ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ അതെന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അനാവശ്യ വിവാദങ്ങളുണ്ടാവും പല കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പലതും ഇതിന് മടിക്കില്ല. ഇപ്പം മടിക്കും. കാരണം എന്തെങ്കിലും വെറുതെ വേറെ ഏതൊക്കെ വിഷയങ്ങളുണ്ട്, വെറുതെ എന്തിനാ പോയി രാമായണത്തിൽ പോയി തൊടുന്നത് വിചാരിക്കും. കാരണം എന്തെങ്കിലും ഒരു പുതിയ പാഠം കൊണ്ടുവന്നാൽ, ഇപ്പോൾ ഒക്കെ വിവാദങ്ങളുടെ കാലമാണ്, സംവാദങ്ങൾ കുറവല്ലേ, അതുകൊണ്ടായിരിക്കാം ഊർമിളയെ തൊടാത്തത്. ശ്രീകണ്ഠൻ നായർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 3 നാടകങ്ങളിൽ കാഞ്ചനസീതയിൽ ഊർമിള വളരെ പ്രസക്തമായിട്ട് വന്നിട്ടുണ്ട്. രാമായണത്തെ മുൻനിർത്തിക്കൊണ്ട് ആധുനിക കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട 3 കൃതികളാണ് സാകേതം, ലങ്കാലക്ഷ്മി, കാഞ്ചനസീത. ശ്രീകണ്ഠൻ നായർ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ചൊല്ലും പാട്ടും പറച്ചിലും ഖുറാനും ഗീതയും മഹാഭാരതവും, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നീളാതീരത്തിലെ ഒരുപാട് പുണ്യ അല്ലെങ്കിൽ ഗംഭീര പുരുഷോത്തമന്മാരെയും അല്ലെങ്കിൽ അവരെ കവികളെയൊക്കെ പറഞ്ഞു. താങ്കളും ഒരു നിളയുടെ തീരത്തിൻ്റെ ഉൽപ്പന്നമാണ്. താങ്കളുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകം തന്നെ നിളയുടെ തീരങ്ങളിലൂടേതാണ്. വായിക്കാത്തവർ വായിക്കണം, അത്ര ഗംഭീര പുസ്തകമാണ്. എൻ്റെ ചോദ്യം, താങ്കൾ കാവ്യനീതിയെക്കുറിച്ച് ചോദിച്ചു. ബഹുമാനപ്പെട്ട MT സാറിനെ അനുസ്മരിച്ചുകൊണ്ട്, താങ്കൾ ഇത് പറയുന്നതും ഇവിടെ നിൽക്കുന്നതും നിളയുടെ ഒരു പുരുഷൻ, അതും ഒരു കാവ്യനീതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ താങ്കൾ വിശദീകരിക്കാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങി വെച്ച്, അതല്ലെങ്കിൽ നിളയുടെ തീരത്തുള്ള കൂടുതൽ ആളുകൾ, താങ്കൾ ഒരുപാട് പേരെ സ്പർശിച്ചു, കുറച്ചുകൂടി പേരെ ഓർമ്മയിലുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ ആളുകൾക്കൊരു അറിവായിരുന്നു ഒന്ന് പറയാൻ പറ്റിയാൽ സന്തോഷം. താങ്ക് യു. ശരിക്കും നിളാതീരത്തിൻ്റെ സംസ്കൃതി വളരെ ഡെപ്തുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ലോകത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാർ നിളാതീരത്തുള്ളവരാണ്. ഇന്ത്യൻ ചിത്രകലയിലെ കുലപതിയായിരുന്ന KCS പണിക്കർ വെളിയങ്കോട്ടുകാരനാണ്. ലോക ചിത്രകലയിൽ തന്നെ മാസ്റ്ററായിട്ട് അറിയപ്പെടുന്ന ആചാര്യനാണ് KCS പണിക്കർ. KCS പണിക്കരുടെ ശിഷ്യനാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. ഇന്ത്യ കണ്ട രേഖാചിത്രങ്ങളുടെ തമ്പുരാൻ എന്ന് പറയാവുന്ന ഒരാളാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ശിഷ്യയാണ് TK പത്മിനി. അമൃത ഷർഗിളിനെ പോലെ ലോകപ്രശസ്തയാവേണ്ടിരുന്ന ആളാണ്. അവരൊക്കെ നിളാതീരത്തുകാരാണ്. ചിത്രകലയിലെ ഗംഭീരമായ സ്കൂൾ. അക്കിത്തം നാരായണൻ, മഹാകവി അക്കിത്തത്തിൻ്റെ അനുജനായിരുന്നു. പാരീസിലൊക്കെ വളരെ അറിയപ്പെട്ട ലോകപ്രശസ്തനായ ചിത്രകാരനാണ് അക്കിത്തം നാരായണൻ. അക്കിത്തത്തിൻ്റെ മകൻ അക്കിത്തം വാസുദേവൻ. അച്യുതൻ കൂടല്ലൂർ എന്ന് പറയുന്ന വിശ്വത്ര ചിത്രകാരൻ ഒരാളുണ്ടായിരുന്നു. MT വാസുദേവൻ നായരുടെ നാട്ടുകാരനാണ്. MTയുടെ ഒരു ബന്ധു കൂടിയാണ്. ലോക അമൂർത്ത ചിത്രകലയിൽ ഏറ്റവും പ്രഗത്ഭനായ ആളായിരുന്നു അച്യുതൻ കൂടല്ലൂർ. ഐരിൽ നമ്പൂതിരി, പിന്നെ ഈ വരിക്കാശ്ശേരി ശില്പി വരിക്കാശ്ശേരി നമ്പൂതിരി. ചിത്രകലയിലും ശില്പകലയിലും ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു വൻ നിര ഉണ്ട്. കഥകളിയിൽ കവളപ്പാറ നാരായണൻ നായർ, ആശാരിക്കോപ്പൻ നായർ, വാഴങ്കട കുഞ്ചു നായർ, വെള്ളിനേഴി നാണു നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം ഗോപി വരെ ഉള്ള ലോകോത്തര നടന്മാരൊക്കെ നിളാതീരത്തുണ്ടായ ആളുകളാണ്. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശനെ പോലുള്ള പാട്ടുകാർ, കലാമണ്ഡലം ഉണ്ണികൃഷ്ണക്കുറുപ്പിനെ പോലുള്ള പാട്ടുകാരും അവർ നിളാതീരത്തുകാരാണ്. കലാമണ്ഡലം ഹൈദരാലി ലോക സംഗീതത്തിലൊരു അത്ഭുതമായി. അക്കാലത്ത് പല വിലക്കുകളുണ്ടായിരുന്നതിനെ ലംഘിച്ച് കഥകളി സംഗീതത്തിലെ ആചാര്യസ്ഥാനത്തെത്തിയ കലാമണ്ഡലം ഹൈദരാലി നിളാതീര ദേശത്തുകാരൻ. അതെ, അത് അത്ഭുതകരമായൊരു, ആ കാലത്ത് വലിയ വിലക്കുകളൊക്കെ അതിലംഘിച്ചിട്ടാണ് ഈ കലാമണ്ഡലം ഹൈദരാലിക്ക് പാടാൻ വേണ്ടി അമ്പലത്തിൻ്റെ മതിൽ പൊളിച്ചു. കലാമണ്ഡലം ഹൈദരാലിയെ അമ്പലത്തിനുള്ളിൽ കയറ്റാൻ പാടില്ല എന്നുള്ള യാഥാസ്ഥിതികന്മാർ പറഞ്ഞപ്പോൾ ആസ്വാദകർക്ക് പാട്ട് കേൾക്കണം. അപ്പോൾ അമ്പലത്തിന് പുറത്താവാലോ.
മതിൽ പൊളിച്ചിട്ട് കലാമണ്ഡല ഹൈദരാലിയെ മതിലിന് പുറത്ത് നിന്ന് പഠിച്ചു. അത്ര വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. അങ്ങനെയുള്ള പാട്ടുകാർ, പിന്നെ നളനുണ്ണിയെപ്പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ കഥകളിയുടെ ചെണ്ട, മൂത്തമന നമ്പൂതിരി, ഒരുപാട് ആളുകളുണ്ട്. ആ കാലത്ത് ഇപ്പം 2 സ്കൂൾ, കല്ലടിക്കോടൻ ശൈലിയും കല്ലുവഴി ചിട്ടയും ഇവിടെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നിലാതിരത്ത് ഉണ്ടായിരുന്ന ആചാര്യന്മാർ, കീഴ്പ്പടം കുമാരൻ നായരാശാൻ, ഒറ്റപടി ആചാര്യന്മാർ കഥകളിയിലുണ്ട്. കൂത്ത് വാസ്തവത്തിൽ കിള്ളിക്കുരിശുമംഗലത്താണ് തുടങ്ങുന്നത്. കൂത്തിൻ്റെ ആചാര്യന്മാർ മുഴുവൻ അവിടെ ഉണ്ടായത്. കഥകളിക്ക് കണ്ണ് നൽകിയ മാണി മാധവ ചാക്യാർ കിള്ളിക്കുരിശുമംഗലത്തുകാരനാണ്. കുട്ടഞ്ചേരി ചാക്യാന്മാരുടെ താവഴിയാണ് കൂത്തിനെ, ചാക്യാർ കൂത്ത്, പുരുഷാർത്ഥ കൂത്ത് തുടങ്ങി കൂത്തിനെ വികസിപ്പിച്ചത് ആചാര്യന്മാരായ ചാക്യാന്മാർ മുഴുവൻ. കുട്ടഞ്ചേരി ചാക്യാന്മാർ ആ കിള്ളിക്കുരിശുമംഗലത്തെ ആളുകളായിരുന്നു. ശാസ്ത്രാംഗം എന്ന് പറയുന്നൊരു ക്ലാസിക്കൽ കല കിള്ളിക്കുരിശുമംഗലത്ത് മാത്രം ഉണ്ടായിരുന്നതാണ്. കിള്ളിക്കുരിശുമംഗലം നിളാതീരത്തെ ഒരു സ്കൂളാണ്, പ്രാചീന സ്കൂളാണ്. കേരളീയ കലകളുടെ എല്ലാം ഗംഗോത്രിയായ കൂടിയാട്ടം തൊട്ട് അവിടെ തന്നെയാണല്ലോ കുഞ്ചൻ നമ്പ്യാരും ഉണ്ടായത്. ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവി എന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് 18-ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ എഴുതുന്നത്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ വരെയുള്ളൊരു പാരമ്പര്യം കിള്ളിക്കുരിശുമംഗലത്താണ്. കലാമണ്ഡലം, പുഴവെള്ളം വാൽക്കണ്ണാടിയായി കൈരളി ചുട്ടിക്കുത്താൻ കിടക്കുന്ന ഒരു ലോകോത്തര കലാകേന്ദ്രമാണ് കേരള കലാമണ്ഡലം. വള്ളത്തോൾ നാരായണമേനോൻ്റെ ഏറ്റവും വലിയ കലാസൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ കലാമണ്ഡല സ്ഥാപനമാണ്. പിന്നെ വള്ളത്തോൾ ഇവിടെയല്ലേ, വള്ളത്തോളിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട കുറ്റിപ്പുറത്ത് കശവനാരടക്കമുള്ള ആളുകളിലൂടെയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ്, നിളാതീരത്തിന് ഒരു ഇത്തിരി ദൂരെയാണ് നാലപ്പാട്ട് നാരായണമേനോൻ. പൊന്നാനിന്ന് വെളിപ്പാടകലെയാണ് വന്നിരുന്നാട്. നാലപ്പാട്ട് നാരായണമേനോൻ, ബാലാമണിയമ്മ, മാധവക്കുട്ടി എന്ന കമലാസുരയ്യ തുടങ്ങി ഒരുപാട് ആളുകൾ ആ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ മോയിൻകുട്ടി വൈദ്യർ മാപ്പിള മഹാകവിയല്ല, അദ്ദേഹം അറബി മലയാള ഗാന സാഹിത്യത്തിലെ ആചാര്യസ്ഥാനീയനാണ്. ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് ആളുകൾ പലതും മോശമായിട്ട് പറയുമെങ്കിലും മലപ്പുറം ജില്ലയിലാണ് മഹാസംസ്കൃത സാഹിത്യകാരന്മാർ പലരും ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഭാരതത്തിലെ ഏറ്റവും മികച്ച കാവ്യം എഴുതിയ ആളുകൾ ഒരാളാണ്. പുതുമന ചോമാതിരി, കേളല്ലൂർ സോമയാജിപ്പാട്, വടശ്ശേരിയിലത്തെ പരമേശ്വരൻ നമ്പൂതിരി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിളായൈ സൗമ്യ തീരൈബ്ധകൂലസ്ഥ പരമേശ്വര. നിളാതീരത്തെ വടക്കേ തീരത്താണ് തൻ്റെ ഇല്ലം. അദ്ദേഹമാണ് നഗ്ന ചക്ഷുസ്സുകൊണ്ട് വാനനിരീക്ഷണം നടത്തിയ ആൾ. അതുപോലെ തന്നെ ഒരുപാട് ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ. ആര്യഭടൻ്റെ സ്ഥലം ചമ്രവട്ടത്തായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങോട്ട് പോയാൽ പാലക്കാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടക സംഗീതജ്ഞർ, പാലക്കാട് രാമഭാഗവതർ, കൽപ്പാത്തി രാമനാഥ ഭാഗവതർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, പാലക്കാട് മണിയയ്യർ, പാലക്കാട്ട് രഘു, KV നാരായണസ്വാമി, കർണാടക സംഗീതത്തിലെ ഉത്തുംഗ കുലാചാര്യന്മാരായവർ മുഴുവൻ നിളാതീരത്തുണ്ടായ ആളുകളാണ്. സോപാന സംഗീതത്തിൻ്റെ ലോകാചാര്യൻ ഞെരളത്ത് രാമപൊതുവാൾ അങ്ങാടിപ്പുറത്താണ്, നിളാതീരത്താണ്. ഇനി ഏത് രംഗം അവിടെ ഇല്ലാത്തത്? ഈ പറയുന്ന മാനക്കാരകത്ത് കുഞ്ഞിക്കോയ എന്ന് പറയുന്ന കൂട്ടായിയുള്ള ഒരാളാണ് ഇന്ന് കേരളത്തിൽ പ്രചരിക്കുന്ന മുഴുവൻ ഒപ്പനപ്പാട്ടുകൾക്കും അടിസ്ഥാനമിട്ടൊരാൾ. ഈ കൂട്ടായി ഉണ്ടായിരുന്ന മാനക്കാരകത്ത് കുഞ്ഞിക്കോയ. ജ്ഞാനപ്പാന പൂന്താനത്തിൻ്റെ കൃതിയാണ്. പൂന്താനത്തിൻ്റെ കൃതിക്ക് സമാനമായി അറബി മലയാളത്തിലുണ്ടായ അതിപ്രശസ്തമായ ഒരു കവിതയുണ്ട്, സഫല്ലമാല. അത് എഴുതിയത് ഷുജായി എന്ന കുളങ്ങര വീട്ടിൽ മൊയ്തു മുസ്ലിയാരാണ്. അദ്ദേഹം നിളാതീരക്കാരനാണ്. അവിടെ തന്നെ പുന്നയൂർക്കുളം ബാപ്പു എന്നൊരു കവി ഉണ്ടായിരുന്നു. പിന്നെയും കവികളുണ്ട്. ഈ അങ്ങോട്ട് പോയാൽ കുറച്ച് ഏറനാട്ടേക്കാണ് പോകുമ്പോൾ നിളാതീരം വിട്ടുവന്നേ ഉള്ളൂ. സത്യത്തിൽ കേരളത്തിൻ്റെ സമഗ്ര കലാ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഒരു പ്രധാന തീരമാണ് ഈ കരവഴി. ഇങ്ങനെ ചുരം കടന്ന് ധാരാളം കലകൾ ഇങ്ങോട്ട് വന്നു. ഒരുപക്ഷെ ബുദ്ധ ജൈന വിഹാരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ശൈവ വൈഷ്ണവ ശാക്തേയ മതങ്ങൾ ഏറ്റവും ശക്തി പ്രാപിച്ചൊരു സ്ഥലമാണ്. ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ ഇന്ത്യ മുഴുവൻ സംഘർഷങ്ങളുണ്ടായ കാലത്ത് ആ സംഘർഷങ്ങൾ ഉണ്ടാകാത്ത ഒരേ ഒരു സ്ഥലം നിളാതീരാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ഭുതം തോന്നും, പലരും സമ്മതിച്ചു തരില്ല. തിരുവേഗപ്പുറയിൽ ശങ്കരനാരായണൻ, തിരുവേഗപ്പുറയിൽ ശങ്കരനാരായണൻ എന്നൊരു പ്രതിഷ്ഠയുണ്ട്. ശിവനും വിഷ്ണുവാണ്, ശങ്കരനും നാരായണനും ചേർന്ന് ഒരു പുതിയ ശങ്കരനാരായണ ദൈവസങ്കല്പം. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മല്ലടിച്ചിരുന്ന ഈ രണ്ട് വിഭാഗങ്ങൾ ഒന്നിക്കുന്നത് നിളാതീരത്താണ്. തിരുമിറ്റക്കോട്ട് ഒരു ശ്രീകോവിലിൽ ശിവനുമുണ്ട് വിഷ്ണുവുണ്ട്. തിരുമിറ്റക്കോട്ട് ക്ഷേത്രത്തിൻ്റെ സവിശേഷത. അപ്പോൾ ഈ ശൈവ വൈഷ്ണവ സമന്വയം, ശൈവ വൈഷ്ണവ ശാക്തേയ സമന്വയം, ഈ ഭാരതീയ ഹിന്ദു സംസ്കാര ചരിത്രത്തിൽ സമന്വയത്തിൻ്റെ ഒരു പാത ഉണ്ടായ ഒരു സ്ഥലം നിളാതീരാണ്. അങ്ങനെ പലതുകൊണ്ടും നമ്മൾ സമന്വയത്തിൻ്റെ സംസ്കാരം കൊണ്ടു നടന്നവരാണ്, സംഘർഷത്തിൻ്റെ സംസ്കാരമല്ല. പലതും ഉണ്ട്, പലതും സത്യമാണ്, ഒന്ന് മാത്രമല്ല സത്യം. പലതായി കാണപ്പെടുന്നതൊക്കെ ഒന്നാകാവുന്നതാണ്. അങ്ങനെ വേണ്ടേ? പുഴുപോലിഴയും പുഴുവും
പുഴ പോലൊഴുകും പുഴയും ഞാൻ പോലലയും ഞാനും അത്ഭുതമല്ലേ ലോകം. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയത്. പുഴുവിനെ പോലെയാണ് സഞ്ചരിക്കുക എന്ന് വെച്ച് പുഴു മോശക്കാരനാണെന്ന് വരുന്നില്ല. ഓരോ ജീവനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ടെന്നും ഒന്നിനെയും അവഗണിക്കേണ്ടതില്ലെന്നും പഠിപ്പിച്ചൊരു മഹിത സംസ്കൃതിയാണ് നിളാതീര സംസ്കൃതി. അതിൻ്റെ ഒരു പ്രയോക്താവാണ് എഴുത്തച്ഛൻ. അല്ലെങ്കിൽ എഴുത്തച്ഛന് ആ കാലത്ത് ജാതിനാമാദികൾക്കല്ല ഗുണഗണം എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ പറയുന്നത് പോലെ കവിതയ്ക്കുള്ളിൽ ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരെ അക്ഷരം പഠിപ്പിച്ചു, മരയ്ക്കാൻ്റെ കുട്ടിയെ അക്ഷരം പഠിപ്പിച്ചു. അങ്ങനൊരു സ്വാതന്ത്ര്യം 16-ാം നൂറ്റാണ്ടിൽ ആചാര്യൻ ചെയ്തത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമ്മുടെ സംസ്കൃതി അതാണ്. ചില സ്ഥലങ്ങളിൽ സംഘർഷമായിരിക്കും, ചില പ്രദേശം സംഘർഷങ്ങളുടെ പ്രദേശമായിരിക്കും. ഭാരതപ്പുഴയുടെ തീരം സമന്വയത്തിൻ്റെ, ഇപ്പോൾ MTയുടെ കൃതികളൊക്കെ വായിച്ചാൽ കാണാതിൽ സമന്വയം ആണ്. അതിൽ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് പറയുന്നില്ല. അബ്ദുള്ള ഈ മറ്റേ അസുരവിത്തിൽ ഗോവിന്ദൻകുട്ടി മതം മാറി അബ്ദുള്ളയായി. ഗോവിന്ദൻകുട്ടിയായിട്ട് അവൾക്ക് ജീവിക്കാൻ പറ്റിയില്ല, അബ്ദുള്ളയായിട്ട് ജീവിക്കാൻ പറ്റിയില്ല. അവസാനം ഇതൊക്കെ ഉപേക്ഷിച്ച് മടങ്ങി വരുന്നത് കോളറക്കാലത്താണ്. കോളറക്കാലത്ത് മനുഷ്യരാരും മനുഷ്യരെ സഹായിക്കാത്ത കാലത്ത് ഹിന്ദുവും മുസൽമാനും അല്ലാതെ ഗോവിന്ദൻകുട്ടി മടങ്ങി വരും. മടങ്ങി വന്ന് അയാൾ വിചാരിക്കുന്നുണ്ട് ശവങ്ങൾക്ക് അയാളെ ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്കല്ലെങ്കിൽ ഈ ശവങ്ങളെ അടക്കം ചെയ്യണ്ടേ. അയാളാണ് ഒരുപാട് ശവങ്ങളെ അടക്കം ചെയ്യുന്നത്. അവസാനം അയാൾ തിരിച്ചു പോകുമ്പോൾ പറയുന്നത് ഞാൻ ഇനിയും വരും മനുഷ്യനായി, മനുഷ്യർക്ക് ആവശ്യമുള്ളപ്പോൾ. MTയുടെ ഏറ്റവും മികച്ച കൃതികളിലൊന്ന് അസുരവിത്താണ്. അതിലെ കുഞ്ഞുമരക്കാരൊക്കെ ഒരു വല്ലാത്ത കഥാപാത്രമാണ്. ഞാൻ പറയുന്നത് ഈ ഉറൂബ്, ഉമ്മാച്ചു എന്ന നോവൽ ഒരുപക്ഷേ മലയാള സാഹിത്യത്തിൽ ഒരു മുസ്ലിം സമുദായാംഗം എഴുതുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ എഴുതിയൊരു നോവൽ. ആദ്യത്തെ ഒരു മികച്ച സ്ത്രീ കഥാപാത്രം ഉമ്മാച്ചുവാണ്. ഉറൂബിൻ്റെ പേര് PC കുട്ടികൃഷ്ണമേനോൻ എന്നാണ്. ഉറൂബ് ഒരു അറബി വാക്കാണ്. ആ വാക്ക് സ്വീകരിക്കുന്നത് ഈ ഒരു സമന്വയത്തിൻ്റെ വഴിയാണ്. ഇസ്ലാമിലെ വന്മല, ഇടശ്ശേരിയുടെ കവിത, ഗോവിന്ദൻ്റെ പൊന്നാനിക്കാരൻ്റെ മനോരാജ്യം. അപ്പോൾ നമ്മുടെ സംസ്കൃതിയിൽ നിളാതീരത്ത് ഈ വിവിധ സംസ്കൃതികളെ കൂട്ടിച്ചേർത്ത് പുതുമാനവികത സൃഷ്ടിക്കുക എന്ന ഒരു സംസ്കാരം കൂടിയുണ്ട്. അത് ഇതിനോട് ബന്ധപ്പെട്ടതല്ല, അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടതാണ്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ നടത്തിയ ഒരു അന്വേഷണം അതാണ്. അതൊക്കെയാണ് എനിക്ക് കിട്ടിയൊരു വെളിവ്. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ വെളിച്ചം പോലെ. നിളയുടെ തുടക്കം ത്രിമൂർത്തി മലയിലാണ്. ഉടുമൽപേട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെ 1986 ഞാൻ പോയിട്ടുണ്ട്. അന്ന് വാഹനമില്ല, കുറേ ദൂരം നടന്നിട്ടാണ് പോയത്. ത്രിമൂർത്തി മല തൊട്ട് അവിടെ ത്രിമൂർത്തികളാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ഇരിക്കുന്നിടത്തുനിന്നാണ് ഇത് ഒഴുകി വരുന്നത്. അത്ഭുതം പോലെ അവസാനിക്കുന്നിടത്തും ത്രിമൂർത്തികളാണ്. തിരുനാവായിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. ഈ സമന്വയം പറയാൻ ഞാൻ ഈ മൂന്നും അത് വലം വെച്ചിട്ടാണ് നദി അവസാനിക്കുന്നത്. അപ്പോൾ ആ തുടക്കം മുതൽ ഒടുക്കം വരെ യാത്ര ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദേവാലയങ്ങൾ, ക്രിസ്തീയ ദേവാലയങ്ങൾ, മുസ്ലിം ദേവാലയങ്ങളൊക്കെ നദീതീരത്താണ്. പൊന്നാനി ഇന്ത്യയിലെ ചെറിയ മക്ക എന്നറിയപ്പെട്ട പ്രദേശമാണ്. വലിയ ജുമാഅത്ത് പള്ളി, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം, രണ്ടാമൻ പരമ്പരകൾ. ഇവിടെയാണ് മിഷണറിമാരാണ് ഇവിടെ ആദ്യമായിട്ട് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത്. ഏറ്റവും കൂടുതൽ BEM ബാസൽ ഇവാഞ്ചലിസ്റ്റ് മിഷൻകാരുടെ സ്കൂളാണുള്ളത്. ഇവിടുത്തെ രാജാക്കന്മാർ വരെ സ്കൂൾ തുടങ്ങി. കോട്ടക്കൽ രാജാസ് ഹൈസ്കൂൾ, അങ്ങനെ സാമൂതിരി രാജാസ് പോലെ തന്നെ ഇവിടുത്തെ അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. വാസ്തവത്തിൽ സംസ്കാരവും വിദ്യാഭ്യാസവും അറിവും എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി നിലനിൽക്കേണ്ടതാണെന്ന് അന്വേഷിച്ച ഒരു വഴിയാണ് ഈ എഴുത്തച്ഛൻ തൊട്ടുള്ള ആളുകൾ തന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അറിവ് നേടും തോറും വിഭാഗീയ ചിന്തകൾ അസ്തമിക്കും. ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ വിഭാഗീയ ചിന്തകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സംസാരകാരിണിയായത് അവിദ്യയും സംസാരനാശിനിയായത് വിദ്യയും. 2 വരിയിലാണ് എഴുത്തച്ഛൻ പറയുന്നത്. ഈ സംസാര ദുഃഖങ്ങൾക്കും കൽച്ചകൾക്കും വിരോധങ്ങൾക്കും വെറുപ്പുകൾക്കും കാരണം അവിദ്യയാണ്, അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ള ഈ സംസാര കാരണങ്ങളൊക്കെ ഇല്ലാതാകും വിദ്യ തെളിഞ്ഞാൽ. അപ്പോൾ വിദ്യ, അറിവ്, ജ്ഞാനം എന്നത് എല്ലാത്തിനെയും ഒന്നായി കാണാനുള്ള വലിയ വിവേകമാണെന്നാണ് ആചാര്യൻ പഠിപ്പിച്ചു വെച്ചത്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ സത്തയാണെന്നാണ് ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത്. ജന്മം കൊണ്ട് തൃപ്രങ്ങോട്ടുകാരനാണ്, കർമ്മം കൊണ്ട് കോഴിക്കോട്ടുകാരനായാലും ഞങ്ങളുടെ കുട്ടികൃഷ്ണന്മാരാണ്. അത് ഓർമ്മയിൽ വരാത്തതായിരിക്കും എന്ന് പറഞ്ഞു. ശരിയാ, പേര് പറഞ്ഞില്ല. കുട്ടികൃഷ്ണന്മാരാർ തൃപ്രങ്ങോട്ടുകാരനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ടതാണ്. ഒരുപക്ഷെ കാളിദാസനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിൽ കുട്ടികൃഷ്ണന്മാരാരുടെ പങ്ക് വളരെ വലുതാണ്. വ്യാസനെ ഏറ്റവും നന്നായി പരിചയപ്പെടുത്തിയ കുട്ടികൃഷ്ണന്മാരാണ്. കുട്ടികൃഷ്ണന്മാരാർ പക്ഷേ ഒരു ചെറിയ പ്രായത്തിൽ അങ്ങോട്ട് പോയി, ഈ നിളാതീരം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് പൊന്നാനിയായിരുന്നു, തൃക്കാവിലാണ്. വീട് തൃപ്രങ്ങോട്ടാണ്. നമ്മുടെ നിരൂപണ കലയിലെ ഏറ്റവും ഉത്തുംഗ ഗോപുരമായിരുന്നു കുട്ടികൃഷ്ണന്മാരാർ. ആ നിരൂപണം വിട്ടുപോയതാണ്. തീർച്ചയായും കുട്ടികൃഷ്ണന്മാരെ സ്മരിക്കേണ്ടതാണ്. കുട്ടികൃഷ്ണന്മാരെ മാത്രമല്ല, നന്ദനാരുണ്ട് അങ്ങാടിപ്പുറത്ത്, പലരെയും വിട്ടുപോയി. രാജലക്ഷ്മി, ഒരു വഴിയും കുറേ നിഴലുകളും എഴുതിയ രാജലക്ഷ്മി ഒറ്റപ്പാലത്തുകാരിയാണ്.
രാജലക്ഷ്മി, പേരുകൾ ഓർക്കാൻ ഇനിയും ഉണ്ട്. രാധാകൃഷ്ണനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, സി രാധാകൃഷ്ണൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രാധാകൃഷ്ണൻ. കുറേ പേര് പുതിയ തലമുറയെ തന്നെ രാമനുണ്ണിയെ പോലെ, സുരേന്ദ്രനെ പോലെ, പി രാമേന്ദ്രനെ പോലെ, പി രാമനെ പോലെ ഒരുപാട് എഴുത്തുകാരുണ്ട് ഇവിടെ. ഒ വി വിജയൻ ഇവിടെ ആയിരുന്നു. ഞാൻ ലോക രാഷ്ട്രീയ രംഗത്ത് തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ 2 മഹോന്നത നേതാക്കന്മാർ ഈ നിളാതീരത്ത് മലപ്പുറത്തുകാരാണ്. ഒന്ന് EMS നമ്പൂതിരിപ്പാടും മറ്റൊന്ന് കെ ദാമോദരനും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുന്നതനായ ഒരു നേതാവ് KP കേശവമേനോൻ ഭാരതപ്പുഴ തീരത്താണ്. MP നാരായണമേനോൻ ഭാരതപ്പുഴ തീരത്താണ്. ഈ തീരത്തിൻ്റെ ചരിത്രം ഒരു വല്ലാത്ത ചരിത്രമാണ്. കുട്ടികൾ പഠിക്കേണ്ടതാണ്. ഒരു പുഴയുടെ തീരത്ത് ഇത്രയേറെ സമ്പന്നമായൊരു മനുഷ്യ മഹാസംസ്കൃതി എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളത് വലിയൊരു പഠനമാക്കേണ്ടതാണ്. ഞാൻ എൻ്റെ പരിമിതി കൊണ്ടാണ് എൻ്റെ ഒരു 25 വയസ്സിൽ ഞാൻ നടത്തിയൊരു അന്വേഷണം. 33ാമത്തെ വയസ്സിൽ ആ പുസ്തകം പുറത്തു വന്നു. അപ്പോൾ അന്ന് നമുക്ക് ഇത്ര അറിവില്ലല്ലോ. അറിവ് വർദ്ധിക്കും തോറുമാണ് ഇനിയും ഒരുപാട് അന്വേഷിക്കാനുണ്ട് എന്ന് മനസ്സിലാവുക. അറിവ് അവസാനിക്കില്ല കേട്ടോ. അറിവ് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കേണ്ടതാണ്. അവസാനത്തെ അറിവ് നേടിയവരാരുമില്ല. അതാണ് ഒരുപക്ഷെ ആചാര്യൻ നമ്മെ പഠിപ്പിച്ചൊരു കാര്യം. അന്വേഷിച്ചു കൊണ്ടിരിക്കലാണ്. ഈ നിൻ്റെ വഴി, നിൻ്റെ വെളിച്ചം നീ തന്നെ ആവലാണ്, നീ തന്നെ നിൻ്റെ വിളക്കാവുക എന്ന് ബുദ്ധൻ പറഞ്ഞില്ലേ. അത് പഠിപ്പിച്ച ഒരാളാണ് എഴുത്തച്ഛൻ. അത് എഴുത്തച്ഛൻ്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ പുതിയ അർത്ഥം നമുക്ക് കിട്ടും. പിന്നെ കവിതയിൽ പിന്നെ ഇടിവെട്ടിയിടും വെള്ളം വിൽമുറിഞ്ഞൊച്ച കേട്ടു നെടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപ്പേടെ പോലെ. അത് എനിക്ക് തോന്നിയ ഒരു കാര്യപ്പെട്ടിട്ടില്ല. ഈ ഇടിവെട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഉരകങ്ങൾ നടുങ്ങുകയാണ്. ചിലപ്പോൾ ഈ പാമ്പുകൾക്ക് ഇടിയുടെ ശബ്ദം ഭയങ്കര പേടിയാണ് എന്നുള്ളത്. അവർ നടുങ്ങിയ അതേ സമയത്ത് തന്നെ അവിടെ മയിൽപ്പേടെ പോലെ നൃത്തം വെക്കുകയാണ്. കാരണം മയിലുകൾക്ക് ഈ ഇടിവെട്ടുന്ന ശബ്ദവും കാർമേഘവും ഒക്കെ അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ള സമന്വയമാണ്. 2 തരത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പാമ്പുകൾ ഇടിവെട്ടിൽ ഭയപ്പെടുമ്പോൾ മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ എന്നല്ലേ. മഴക്കാർ കണ്ടാൽ നൃത്തം വയ്ക്കുന്നവരാണ് മയിലുകൾ. ആ അർത്ഥത്തിലുണ്ട്. ഉരകവും മയിലും തമ്മിലുള്ള ശത്രുതയുണ്ട്. ഉരകം ദുഃഖിക്കുമ്പോൾ മയിൽ നൃത്തം വയ്ക്കുന്നു. 2 അർത്ഥത്തിലും അത് പല സൂക്ഷ്മാർത്ഥങ്ങളാണ്. സ്വഭാവോക്തി ആചാര്യൻ ചെയ്തതുപോലെ വിശേഷം മഹാഭാരതം കളിപ്പാട്ടിലൊക്കെ നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമുടു കെട്ടി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അതിമനോഹരമാണ്. ഒരു കഥ പറയാറുണ്ട്. ഈ മഹാഭാരതത്തിൽ യുദ്ധമാണ് ഏറ്റവും മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള യുദ്ധരംഗം. അതിലൊരിടത്ത് ആചാര്യൻ ഇത് രാമായണം അല്ല കേട്ടോ, മഹാഭാരതം കളിപ്പാട്ടിൽ വാരണവീരൻ ശിരസ്സറ്റു വില്ലറ്റു, വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു, 4ാമത് ആന തൻ വാലുമരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയതു ബാണവും. അപ്പം അന്ന് ഇങ്ങനെ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആരോ ചോദിച്ചു എഴുത്തച്ഛനോട്, ഇങ്ങനെ ഇവിടുന്ന് താഴത്ത് അമ്പ് ചെയ്യുമ്പോൾ ആനപ്പുറത്തിരിക്കുകയാണ് ഭഗദത്തൻ. അപ്പോൾ അമ്പ് ഇങ്ങനെയല്ലേ പോവുക. വാരണവീരൻ ശിരസ്സറ്റു, ആനയുടെ ശിരസ് മുറിഞ്ഞു. വില്ലറ്റു, അടുത്തത് വില്ല് കയ്യിലുള്ള വില്ലറ്റു. വീരൻ ഭഗദത്തൻ തൻ്റെ തലയറ്റു. അത് ശരിയായ പോക്ക്. എങ്ങനെ വില്ലങ്ങോട്ട് താഴത്തുനിന്ന് അയക്കുന്ന വില്ല് ആനയുടെ തല മുറിച്ചു, വില്ല് മുറിച്ചു, ഭഗദത്തിൻ്റെ തലയും മുറിച്ചു. ആനയുടെ വാല് മുറിക്കാൻ പിന്നെ അമ്പ് താഴേക്ക് വന്നോ. 4ാമത് ആനതൻ വാലു മരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയി ഇത് ബാണവും എന്നല്ലേ. ആനയുടെ വാല് കിടക്കുന്ന താഴെയല്ലേ. അപ്പോൾ അമ്പ് എങ്ങനെയല്ലേ പോവുള്ളൂ. അതിൻ്റെ സൂക്ഷ്മ സ്വഭാവം പറയണതാണ്. അതിൽ എഴുത്തച്ഛന് വലിയ പ്രശ്നമായി. കാരണം അത് ശരിയാണല്ലോ. ആ ചോദ്യം സഭയിൽ ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം കിട്ടാതെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചർച്ച നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്താണിത്. അതിന് ഉത്തരം കിട്ടാതെ ഇനി എഴുതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര പുറപ്പെട്ടു, ദേശാടനം പുറപ്പെട്ടു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. ഒരാളും അവിടെ പാർക്കുന്നില്ല. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു ഗന്ധർവൻ്റെ ശല്യമുണ്ട്. ആഹാ എന്നാണ് ആ ഗന്ധർവൻ്റെ പേര്. ഈ ആഹാ ഗന്ധർവൻ വന്നാൽ ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ രാത്രി പോവും, നിങ്ങളിവിടെ നിൽക്കണ്ട, ആ ഗന്ധർവൻ നിങ്ങളുടെ പണി കഴിക്കുന്നു. അപ്പോൾ താനേതായാലും ദേശാടനക്കാരനല്ലേ, ഞാനിവിടെ കിടന്നോളാം എന്നൊരു വീട്ടിൽ കിടന്നു. ഇതൊരു കഥയാണ് കേട്ടോ. അങ്ങനെ പാതിരാത്രി നേരത്ത് ഈ ആഹാ എന്ന് പറയുന്ന ഗന്ധർവൻ ഇങ്ങനെ 14 ലോകവും വിറപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആരടാ എൻ്റെ വഴിയിൽ കിടക്കുന്നത്, ഞാൻ ആഹായാണ് എന്ന് പറഞ്ഞു. ഉടനെ എഴുത്തച്ഛൻ ഞാൻ ഊഹുവാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പൂർവ്വകഥ, ഇവർ പൂർവാശ്രമത്തിൽ ഗന്ധർവന്മാരായിരുന്നു. എഴുത്തച്ഛനും പൂർവാശ്രമത്തിൽ ഗന്ധർവനായിരുന്നു എന്നുള്ള കഥയാണ്. അപ്പോൾ ഗന്ധർവനായിരുന്ന കാലത്ത് ഈ ആഹ എന്ന ഗന്ധർവൻ്റെ കൂട്ടുകാരനായിരുന്നു ഊഹു എന്ന ഗന്ധർവൻ.
അപ്പോഴാണ് തൻ്റെ കൂട്ടുകാരനെ കണ്ടെത്തി സന്തോഷമായി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ഇങ്ങനെ തെറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് ചോദിച്ചപ്പോഴാണ് ഈ വിഷയം പറഞ്ഞു. ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അപ്പോൾ സത്യത്തിൽ ഈ ഗന്ധർവന്മാരായിരുന്ന കാലത്ത് ഇവർ യുദ്ധം നേരിട്ട് കണ്ടവരാണ്. മഹാഭാരത യുദ്ധം ഗന്ധർവന്മാരായ ആഹായും ഊഹുവും നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനുഷ്യജന്മം നേടിയ ഗന്ധർവൻ ആ പൂർവ്വജന്മ സ്മരണയിലാണ് പലതും എഴുതുന്നത്. അപ്പോൾ ചോദിച്ചു, നീ കണ്ടതല്ലേ? അതെ, പക്ഷെ എനിക്കിത് ഓർമ്മ വരുന്നില്ല. കാരണം താഴത്തുനിന്ന് അയച്ചു, ആനയുടെ തല പോയി, വില്ല് പോയി, ഭഗതത്തിൻ്റെ തലയും പോയി, പിന്നെ എങ്ങനെയാണ് വാല് മുറിച്ചത്? അപ്പോൾ ആഹാ എന്ന ഗന്ധർവൻ പറഞ്ഞു, യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ യുദ്ധത്തിന് ആവേശം മൂത്ത് ആന വാല് നെറുകയിൽ കുത്തി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആന വാലിങ്ങനെ നെറുകയിൽ കുത്തി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വാലിൻ്റെ തലയും കൂടി മുറിച്ചത് എന്ന് പറഞ്ഞു. ഇതൊരു കഥയാണ് ഞാൻ പറയുന്നത്. അത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ സ്വഭാവോക്തിയും എഴുത്തച്ഛൻ നിബന്ധിച്ചിരിക്കുന്നത്. വാരണവീരൻ ശിരസറ്റു വില്ലറ്റു, വീരൻ ഭഗതത്തൻ തൻ്റെ തലയറ്റു, നാലാമത് ആനതൻ വാലും എരിഞ്ഞിട്ട് കോലാഹലത്തോട് പോയത് ബാണോ. ഇത് രാമായണം കിളിപ്പാട്ടല്ല, മഹാഭാരതം കിളിപ്പാട്ടാണ്. അപ്പോൾ ഓരോന്നിലും മഹാഭാരതം കിളിപ്പാട്ടിലാണ് യുദ്ധങ്ങൾ നില്ലെന്ന് പറഞ്ഞങ്ങെടുക്കയും നല്ല ശൂരന്മാർ തിരിഞ്ഞു മരിക്കയും ആകാശമൊക്കെ വിമാനം മറക്കയും ചാകാതവർ പാഞ്ഞു പോയങ്ങ് ഒളിക്കയും തമ്മിൽ പിരിഞ്ഞ് കാണാഞ്ഞ് വിളിക്കയും കർമ്മപ്പുഴയെന്ന് കണ്ണീരൊഴുക്കയും ഇങ്ങനെ പറയുന്ന കുറേ സന്ദർഭങ്ങൾ അതിമനോഹരമായി നിബന്ധിച്ച അനേകം യുദ്ധവർണ്ണനകൾ നമുക്ക് കാണാം. അപ്പോൾ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നതൊക്കെ അതിസൂക്ഷ്മ സൗന്ദര്യം ഉള്ള വരികളും സങ്കല്പങ്ങളുമാണ്. അതിന് പൂർവജന്മാർജിതമായൊരു പശ്ചാത്തലം കൂടി ഉണ്ടെന്നാണ് ഈ നാടോടി കഥ പറയുന്നത്. പറയുന്നത് അതിനൊന്ന് വിശദീകരിക്കാം. ഏതാ 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 പറയൂ. അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ സീതനെ കൊണ്ടുപോകുമ്പോ മറ്റേ ജടായു പറയണല്ലേ, അതിനെ പറ്റി ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന പോലെ രാവണൻ കൊണ്ടുപോകുന്നല്ലേ. അതിപ്പോൾ ഞാൻ അത്ര സൂക്ഷ്മമായിട്ട് ഞാനും നോക്കിയിട്ടില്ല. താങ്കൾ പറയുമ്പോഴാണ് എനിക്കത് അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുത്തച്ഛൻ പറഞ്ഞു? ഒന്നുമില്ലാതെ പറയില്ല. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് അതിന് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാണ്. അതെനിക്ക് അത്ര വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ആ സന്ദർഭം എനിക്ക് മനസ്സിലായി, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അത് കുറച്ചുകൂടി പണ്ഡിതന്മാരായ ആളോട് ചോദിക്കണം. ഒരുപാട് ആശം കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന്. അതെ, നായ്ക്കൾ കൊണ്ടുപോകുന്നു, അടുത്ത് കൊണ്ടുപോകുന്നത് അങ്ങനെ ആവാം. അങ്ങനെയാണ് അതിന്. അതെ, ഹവിസ് നായ്ക്കൾ തൊട്ടാൽ അശുദ്ധാവില്ലേ, നായ തൊട്ട പിണ്ടം പോലെ എന്ന് പറയല്ലോ. ആ അർത്ഥത്തിൽ അതാവാന വേറെ പുതിയൊരർത്ഥം നമുക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. നായ തൊട്ട പിണ്ടം പോലെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ സീതയെ നക്തഞ്ചരൻ അങ്ങനെ ആക്കി എന്ന് തന്നെ ആവാം. അങ്ങനെ ആവാനേ സാധ്യത കാണാൻ. എഴുത്തച്ഛൻ്റെ കാര്യത്തിൽ നമുക്ക് പൂർണ്ണാർത്ഥം പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് നമ്മൾ കാണാത്തൊരർത്ഥമുണ്ട്. അപ്പോൾ ഹൃമമാഷി ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറം വായിച്ചതുപോലെ ഓരോന്നിനും അതിനുഗൂഢങ്ങളായ അർത്ഥസൗന്ദര്യങ്ങൾ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ. ആ കാലത്തെ അറിവ് മാത്രമല്ല, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം തമിഴകത്ത് പോയിട്ടാണ് പഠിച്ചത്, ആദീനങ്ങളിൽ പോയി പഠിച്ചതാണ്. അക്കാലത്ത് തമിഴകമായിരുന്നു ഏറ്റവും കൂടുതൽ ജ്ഞാനങ്ങളുടെ അന്വേഷണ കേന്ദ്രമായിരുന്നു. ഇവിടെ ജാതി തിരിച്ചിട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയൽ എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. ശൂദ്രന് പോലും അക്ഷരം പഠിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശൂദ്രനിൽ താഴെയുള്ള അവർണർക്ക് ഒട്ടും സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ തമിഴകത്ത് ആ കാലത്ത് തന്നെ അവർണർക്ക് വിദ്യാഭ്യാസമുണ്ട്. അവർണരെ പഠിപ്പിച്ചിരുന്നു ആദീനങ്ങളിൽ. അങ്ങനെ ചില ആദീനങ്ങളിലാണ് എഴുത്തച്ഛൻ പോയി പഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ അറിവുകൾ മാത്രമല്ല, തമിഴകത്തിന് കേരളത്തെക്കാൾ പഴക്കമുള്ളൊരു പാരമ്പര്യമുണ്ട്. സംഘകാലം തൊട്ടുള്ള ലോകത്തിലെ തന്നെ വലിയൊരു സംസ്കൃതി പുലർന്ന പ്രദേശമാണ് തമിഴകം. അപ്പോൾ തമിഴകത്തു നിന്ന് കിട്ടിയ അറിവ് കൂടി എഴുത്തച്ഛൻ്റെ അവബോധത്തിലുണ്ട്. അപ്പം അന്ന് തെക്കേ ഇന്ത്യയിൽ വിജ്ഞാനങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്ന ആദീനങ്ങളിലാണ് അദ്ദേഹം പോയി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിവുണ്ടായിരുന്നു. അന്ന് സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം അവിടെ പോയിട്ട് പഠിക്കാവുന്ന എല്ലാ വേദാംഗ ശാസ്ത്രങ്ങൾ, അതുകൊണ്ടല്ലേ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാൻ വണ്ണം ചൊല്ലിയിടുന്നേൻ വേദാന്താദി ശാസ്ത്രങ്ങളും ചേതസി തെളിഞ്ഞുള്ളിൽ തെളിയണം എന്നല്ലേ പറയുന്നത്. അപ്പോൾ വേദവും വേദാംഗവും വേദാന്തവും, വേദത്തിൻ്റെ ഉപശാസ്ത്രങ്ങളാണ് വേദാംഗങ്ങൾ. കൽപ്പം, നിരുക്തം, ഛന്തോ, വിചിതി തുടങ്ങിയിട്ടുള്ള 6 വേദാംഗ ശാസ്ത്രങ്ങൾ. ഇപ്പം ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നത് വേദവും വേദാംഗങ്ങളായ 6 ശാസ്ത്രങ്ങളും. അതാണ് എത്ര ആടും, ചക്കാലൻ്റെ ചക്കിൽ എത്ര ആടും എന്ന് പരിഹസിച്ച് ചോദിച്ച ആളോട് 6ഉം 4ഉം ആടും എന്ന് പറഞ്ഞാൽ
6 വേദാംഗ ശാസ്ത്രങ്ങളും 4 വേദങ്ങളും ആടുന്നതാണ്. അത് കൃത്യമായിട്ട് പറയുന്നത് വേദാംഗ വേദാന്തം. വേദാന്തമാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും അവസാനം. ഇത് 3ഉം എൻ്റെ ചേതസ്സിൽ തെളിയണം എന്നാണ്. അത്രയും പ്രാർത്ഥിക്കണമെങ്കിൽ അത്രത്തോളം അറിവിൻ്റെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കണ്ട ആൾ തന്നെ ആയിരുന്നിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അത്ര മഹാനായ ജ്ഞാനിയായിരുന്നു. വള്ളത്തോളിൻ്റെ പരിഭാഷ രാമായണം നല്ലൊരു മുതൽക്കൂട്ടാണെന്ന് അന്ന് പറയണ്ടേ. മറ്റൊരു കൊച്ചു ശീതമൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് നമ്മുടെ മാധുര്യം കൊടുത്തുകൊണ്ട് വള്ളത്തോളിൻ്റെ ഒരു ചിന്തയാണ്. അല്ല, വാൽമീകി രാമായണ പരിഭാഷ ഒരു പക്ഷേ ഇത്രയും വള്ളത്തോൾ ചെയ്തതുപോലെ മനോഹരമായിട്ട് ആരും ചെയ്തിട്ടില്ല. അപ്പം അക്കാലത്ത് ഒരു കഥ കേട്ടിട്ടുള്ളത്, പുന്നശ്ശേരി നീലകണ്ഠ ശർമാവിൻ്റെ ഗുരുകുലത്തിൽ എന്തോ ഒരു സംവാദം നടക്കുകയാണ്. അപ്പോൾ വള്ളത്തോളും ചെന്നു. മഹാപണ്ഡിതന്മാരൊക്കെ വരുന്ന സ്ഥലമാണല്ലോ. അപ്പം ഈ ഗുരുനാഥൻ എന്തോ ഒരു സംശയം ചോദിച്ചു. ഗുരുനാഥൻ പറഞ്ഞപ്പോൾ എന്തോ സംസ്കൃതത്തിൽ രാമായണത്തെ സംബന്ധിക്കുന്നൊരു സംശയം വള്ളത്തോൾ ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ, ഇദ്ദേഹം വളരെ പ്രശസ്തനാണെന്ന്, വള്ളത്തോൾ ധാരാളം എഴുതുന്ന ആളാണ്. അപ്പോൾ ഗുരുനാഥൻ ഒരു പരിഹസിച്ചതുപോലെ ഒരു കാര്യം പറഞ്ഞു. പത്രങ്ങളിലൊക്കെ നിരത്തി എഴുതിയാൽ പോരാ, വ്യുൽപ്പത്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു. പുന്നശ്ശേരി നമ്പി ശ്രീ നീലകണ്ഠ ശർമ്മ പരിഹസിച്ച് പറഞ്ഞു എന്നാണ്. പത്രങ്ങളിലൊക്കെ നിരത്തി എഴുതിയാൽ പോരാ, വ്യുൽപ്പത്തി ഉണ്ടാവണം. അതൊരു വാശിയായി വെല്ലുവിളിയായി എടുത്തിട്ടാണ് ആദ്യം വാൽമീകി രാമായണം പരിഭാഷപ്പെടുത്തി, പിന്നെ ഋഗ്വേദം പരിഭാഷപ്പെടുത്തി. എന്നു മാത്രമല്ല, അന്ന് കേട്ട പഴി എന്താണെന്ന് വെച്ചാൽ, ശൂദ്രന് വേദം കേൾക്കാൻ പാടില്ല. വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം. ആ ശൂദ്രൻ രാമായണം വേദം പരിഭാഷപ്പെടുത്തിക്കൊണ്ടാണ് ചെവിക്ക് കേൾവിയില്ലാതായത് എന്ന് വരെ എഴുത്തച്ഛനെ വള്ളത്തോളം വിമർശിച്ചിട്ടുണ്ട്. ആ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ അതിൽ വാസ്തവത്തിൽ അതിമനോഹരമാണ് വാൽമീകി രാമായണ പരിഭാഷ. എനിക്ക് തോന്നുന്നു വാൽമീകി രാമായണ പരിഭാഷയിൽ വള്ളത്തോളിൻ്റെ പരിഭാഷ പോലെ അത്രയും മനോഹരമായ പദസൗന്ദര്യം എഴുത്തച്ഛൻ്റേത് പിന്നെ കിളിപ്പാട്ട് രൂപത്തിലുള്ളതാണ്. ഇത് വാൽമീകി രാമായണം നേരിട്ട് പരിഭാഷപ്പെടുത്തിയിരിക്കില്ലേ, ചെറിയ സാഹസമല്ലല്ലോ. പിന്നെ ഗദ്യത്തിൽ ചെയ്ത് കൊളാടി കൊയ്യുന്ന കുട്ടിയാണ്. അതും ആരും പറയാറില്ല. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ കൊളാടി കൊയ്യുന്ന കുട്ടിയാണ് ആദ്യത്തെ വാൽമീകി രാമായണത്തിൻ്റെ സമ്പൂർണ്ണ ഗദ്യപരിഭാഷ. കൊളാടി രാമായണം എന്നറിയപ്പെടുന്നു. അത് വേണ്ടത്ര ആരും പറയാറില്ല. അത് വേറൊരു കാര്യം. ഇവിടെ നമ്മുടെ അധ്യാത്മ രാമായണം, അതുപോലെ തന്നെ വാൽമീകി രാമായണം, മാപ്പിള രാമായണം, ഈ ഒട്ടേറെ അങ്ങനെ 100-300ഓളം രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം കഥകൾ. ഈ രാമായണത്തിലുള്ള ഈ കഥകൾ വ്യത്യസ്തമാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ രാമനും സീത, ഹനുമാൻ, ഇങ്ങനെ ഗുഹൻ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നല്ലേ ഈ 300 കഥാപാത്രങ്ങളുള്ളത്. ഒന്ന്. രണ്ടാമത്, ഈ രാമായണം വായിക്കേണ്ടത് കർക്കിടക മാസത്തിലാണെന്ന് പറയുന്നു. ഈ കർക്കിടക മാസം രാമായണ വായനയും തമ്മിൽ എന്താണ് ഇത് ബന്ധമുള്ളത്? മറ്റുള്ള മാസങ്ങളിലൊക്കെ ഇത് വായിച്ചൂടെ? മൂന്നാമത്, ഇത് വായിച്ചു വരുന്നത് മുഴുവനും വയസ്സായിട്ടുള്ള കുറേ ആളുകളാണ് വീട്ടിൽ വായിച്ചു വരുന്നത്. ഈ ചെറുപ്പക്കാർ എത്രയോ ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, ഇവിടെ ആവശ്യം കൊണ്ട് പറഞ്ഞു പോകാറുണ്ട്. അവരൊരു വാചം പോലും വായിക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ ചോദ്യ സ്വഭാവം ഒന്ന് വിശദീകരിച്ചാൽ? ഭാഷ ഇതൊക്കെ അറിയുന്ന ആളാണ്. രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നത് എന്തിനാന്നുള്ളത് എനിക്കൊരു ഉത്തരം തോന്നി. ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. കർക്കിടകം ദുർഘടം എന്നാണ് പറയുക. കർക്കിടം ദുർഘടം, പഞ്ഞമാസം. പിന്നെന്താ വേറെയും ഉണ്ടല്ലോ, കർക്കിടകത്തിന് കുറേ ചീത്തപ്പേരൊക്കെ ഉണ്ടല്ലോ. വളരെ മോശം കാലമാണ്. കർക്കിടകത്തിലാണ് എല്ലാ ദുരിതങ്ങളും ഒന്നിച്ചു വരിക. ഒന്നാമത്, കൃഷിക്കാർക്ക് നെല്ലുണ്ടാവില്ല, പത്തായത്തിൽ നെല്ലുണ്ടാവില്ല, പണിയുണ്ടാവില്ല, അടച്ചു പിടിച്ച മഴയാവും. പഴയ കർക്കിടകത്തിലൊക്കെ പണിയുണ്ടാവില്ല. സാധാരണ തൊഴിലാളികൾക്ക് ഒരു ദിവസം പണിയില്ലെങ്കിൽ അന്ന് ഭക്ഷണമില്ല എന്നർത്ഥം. അങ്ങനെ പത്തായത്തിൽ നെല്ലുള്ളവർക്ക് പക്ഷേ പട്ടിണി ഉണ്ടാവില്ല. പാവപ്പെട്ട തൊഴിലാളികൾക്ക് കരിയും പട്ടിണിയാണ്. രോഗം വരും. അന്നും കർക്കിടക മാസത്തിലാണ് മഹാരോഗങ്ങൾ പലതും വരിക. ഇപ്പോഴും അതേല്ലോ, മഴക്കാല രോഗങ്ങൾ. അന്ന് ഡോക്ടർമാരൊന്നുമില്ലല്ലോ, ചികിത്സയില്ല. പണക്കാരന്ന് സുഖചികിത്സ നടത്തും. ഇപ്പോഴും കർക്കിടകത്തിലാണ് സുഖചികിത്സ. കാരണം പണമുള്ളവർക്ക് അതിന് സൗകര്യമുണ്ട്, ഈ പാവപ്പെട്ടവർക്ക് ഇതിനൊന്നും സൗകര്യമില്ല. ദുരിതത്തോട് ദുരിതം. ആളുകൾ മരിക്കുന്ന അവിടെ കർക്കിടക മാസത്തിലെ വാവിനാണ് ആളുകൾ മിക്കവാറും കൂടുതലും മരിക്കുക എന്നൊരു വാവെടുത്ത് സൂക്ഷിക്കണം എന്നൊക്കെ പറയും അന്ന്. അത് എന്തായാലും യുക്തി എന്നറിയില്ല. കർക്കിടക മാസത്തിലെ കറുത്ത വാവിനാണ് മരണം കൂടുതലുണ്ടാവുക. ഈ രോഗം കൂടുതലായതുകൊണ്ടാവും ചിലപ്പോൾ. ശ്വാസം മുട്ടുള്ളവർക്ക് ഇത് വർദ്ധിക്കും. അപ്പോൾ ഇതിനൊന്നും അന്ന് ചികിത്സ ഇല്ലല്ലോ. ഈ ചികിത്സയൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തല്ലേ വന്നത്. അന്ന് ഈ വൈദ്യന്മാരല്ലേ ഉള്ളൂ. ഇപ്പോൾ പട്ടിണി, ദുരിതം, രോഗം, മരണം, അങ്ങനെ ദുർഘടമായ പഞ്ഞമാസം. ആ മാസത്തിൽ രാമായണം വായിച്ചാൽ രാമനും സീതയും ഈശ്വരാവതാരം ഞാൻ പറഞ്ഞു. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു, അനന്തൻ ലക്ഷ്മി, സീത
സീതയും രാമനും ഒക്കെ ഈശ്വരന്മാരായിട്ട് പോലും അവരനുഭവിച്ച ദുരിതങ്ങൾ ആലോചിച്ച് നോക്കും. രാമായണത്തിൽ അതല്ലേ പറയുന്നത്, സീതയും രാമനൊക്കെ അനുഭവിച്ച ദുരിതങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? അപ്പോൾ ദൈവങ്ങൾക്ക് പോലും ഇത്ര ദുരിതമുണ്ടെങ്കിൽ നമ്മുടെ ദുരിതമൊന്നും അത്ര വലിയ ദുരിതമല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനായിരിക്കും കർക്കിടകത്തിൽ തന്നെ വായിക്കണം തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ല, കർക്കിടകത്തിൽ വായിക്കുമ്പോഴാണ് ഇത്ര ദൈവങ്ങൾക്ക് പോലും ഇത്ര ദുരിതം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ദുഃഖമൊന്നും ഒരു ദുഃഖമല്ല എന്നൊരു മനസമാധാനം കിട്ടാൻ വേണ്ടി ആവണം എന്നാണ്. പിന്നെ മാപ്പിള രാമായണം മലബാറിൽ വളരെ പ്രധാനമായിട്ടൊന്നാണ്. അതിപ്പോൾ ഇന്ന് ആളിൽ കേട്ട ഇതായിട്ട് കളിയാക്കിയിട്ട് പറയാം. അത് രാക്കൊക്കെ ലാന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാമ 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 ലാ രാക്കൊക്കെ ലാന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചുരുക്കി പറഞ്ഞിരിക്കുക. വരികൾ ഭയങ്കര തമാശയാണ്. പണ്ട് താടിക്കാരനൗലി പാടി വന്ന പാട്ട് കേട്ടതല്ലേ നമ്മൾ രാമായണം കഥ പാട്ട്. കോസലത്തിലെ ദശരഥൻ 3 പെണ്ണ് കെട്ടിയ പാട്ട്. അമ്മി കുമ്മായം പൊടിഞ്ഞും മക്കളില്ല പാട്ട്. പായസം കുടിച്ച് 3 4 പെറ്റ പാട്ട്. മക്കളിൽ മൂത്തവൻ രാമൻ കേമനായ പാട്ട്. ഇങ്ങനെയാണ് പാട്ട്. ഇതുള്ള പാട്ടാണോ? മാപ്പിളം രാമായണം എന്ന് പറഞ്ഞിട്ട് മലബാറിൽ പ്രചാരത്തിലുണ്ടായിരുന്നൊരു പാട്ടാണ്. ഈ രാമായണ കഥ തന്നെയാണ് പറയുന്നത്. അത് ഇപ്പം അച്ചടിയിൽ ആരോ ഇറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ TH കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് മുഴുവൻ അറിയായിരുന്നു. അദ്ദേഹം ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചൊല്ലിക്കേട്ട വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് മുഴുവൻ അത് വായിച്ച പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ടല്ലേ. അത് രാമായണ കഥ, പൂർണ്ണ രാമായണ കഥ, പക്ഷെ പറയുന്നതൊരു മാപ്പിളപ്പാട്ട് രൂപത്തിലാണെന്ന് മാത്രം. ഈയിടെ OM കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രശസ്തനായൊരു കവി ഇശൽ രാമായണം എന്നൊരു പുസ്തകം എഴുതി. ഇശലുകളുടെ രൂപത്തിൽ രാമായണ കഥ മുഴുവൻ അദ്ദേഹം മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ രാമായണം എന്നത് ഇന്ത്യയുടെ എല്ലാ വിഭാഗം ആളുകളെയും നാടോടി രാമായണമുണ്ട്. അതുപോലെ ഈ കീഴാള സമൂഹത്തിൻ്റെ ഒരു രാമായണ കഥയുണ്ട്. മഹാഭാരതം പാട്ട്, മഹാഭാരത കഥയുണ്ട്, രാമായണ കഥയുണ്ട്. ഭൂമി പെറ്റ പെണ്ണല്ലേ ചീതപ്പെണ്ണ് ഓൾക്കല്ലേ ശ്രീരാമൻ പട കൊടുത്ത് എന്ന് പറയുന്നൊരു പാട്ടുണ്ട്, നാടോടി രാമായണമായിട്ട്. നമ്മുടെ ശങ്കുണ്ണി മാഷ്, മരിച്ചുപോയ വട്ടംകുളം ശങ്കുണ്ണി മാഷ് നാടോടി രാമായണം എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഒരു വലിയ അന്വേഷിക്കേണ്ട മേഖലയാണ്. ഇന്ത്യയിലെ എല്ലാ മേഖലയിലും ആദിവാസി രാമായണമുണ്ട്, ആദിവാസികൾക്കിടയിൽ രാമായണമുണ്ട്. ഈ സീതാ മൗണ്ട് എന്നൊക്കെ പറയുന്ന ബത്തേരിയിൽ സീത ഇരുന്ന് കരഞ്ഞ സ്ഥലമാണെന്നാണ് അവിടെ വിശ്വസിക്കുന്നത്. ഓരോ സ്ഥലത്തും സീതാരാമ കഥയുണ്ട്. ശബരിയാശ്രമം, ഇദ്ദേഹം കാണുന്നത് ശബരിമലയുടെ താഴത്താണെന്ന്. ശബരിമലയുടെ താഴ്വരയിലാണ് ശബരി താമസിച്ചിരുന്നതെന്നാണ് ഒരു കഥ. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഈ കഥകളുണ്ട്. ഇന്ത്യയെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന, ആസേതു ഹിമാചലം ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന സംസ്കാര ധമനിയാണ് രാമായണം. രാമായണം വിട്ടൊരു ജീവിതം ഇന്ത്യക്കാർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. നമുക്ക് കുട്ടികൾ ഇത് പറഞ്ഞ മാതിരി ഇപ്പം എല്ലാം ഒരു തന്ത വൈബാണ്. ഇതൊക്കെ ഈ പ്രസംഗം കേൾക്കുന്നതൊക്കെ ഒരു തന്ത വൈബാണ് അല്ലേ? കുട്ടികളൊക്കെ ഈ പ്രസംഗം കേൾക്കാൻ എനിക്ക് അത്ഭുതം. യൂണിവേഴ്സിറ്റിയിലെ കുറേ കുട്ടികൾ MA മലയാളത്തിന് പഠിക്കുന്ന കുട്ടികൾ വളരെ സന്തോഷപൂർവ്വം ഈ പ്രസംഗം കേട്ടു. അപ്പോൾ അതൊരു കുട്ടി വൈബ് കൂടിയാണ്. അതൊരു സന്തോഷം, നിങ്ങളത് കേട്ടു എന്നത് തീർച്ചയായും. എല്ലാം അറിവുകൾ നേടേണ്ടതുണ്ട്. അറിവുകൾ സ്വതന്ത്രമായി നേടിയാലേ അറിവിൻ്റെ പേരിലുള്ള വിഭാഗീയതകൾ അവസാനിക്കുകയുള്ളൂ. അറിവ് സ്വാതന്ത്ര്യമാണ്. അറിവ് നേടിയവരെ അടിമകളാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അവിടെ അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? സുഹൃത്തുക്കളെ, ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം പങ്കിട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ രാമായണത്തെ സംബന്ധിച്ചിടത്തോളം പ്രബന്ധത്തിൽ കവിഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ഉത്തരം നൽകി അതിനുവേണ്ടി അവിടുത്തെ സമയം ഉപയോഗിച്ച ട്രസ്റ്റ് മെമ്പറാണെങ്കിൽ പോലും നമ്മുടെ ലീലാകൃഷ്ണന് ട്രസ്റ്റിൻ്റെ പേരിൽ ഔപചാരികമായി നന്ദി പറയുന്നു.